ആമി ടൂറിസം സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഹൈദരാബാദ് യാത്രയ്ക്കിടയിൽ ഹൈദരാബാദ് ഏറ്റവും പ്രസിദ്ധമായ രാമോജി ഫിലിം സിറ്റി കാണാനായിട്ടാണ് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ബസ് പാർക്ക് ചെയ്തതിന് ശേഷം രാമോജി ഫിലിം സിറ്റിയുടെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത ബസ്സുകളിലാണ് ഇപ്പോൾ ഈ യാത്രാ സംഘത്തിലെ 43 പേരടങ്ങുന്ന അംഗങ്ങൾ മനോഹരങ്ങളായ കാഴ്ചകളും കണ്ട് രാമോജി ഫിലിം സിറ്റിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമോജി ഫിലിം സിറ്റിയുടെ പ്രവേശന കവാടം മുതൽ രാമോജി ഫിലിം സിറ്റിയുടെ യുറേക്ക എന്ന മീറ്റിംഗ് പോയിന്റ് വരെയുള്ള കുറേ ദൂരം റോഡ് വളരെ മനോഹരമായി പൂക്കൾ വെച്ച് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. 4 വരി പാതയിലൂടെ രാമോജി ഫിലിം സിറ്റിയിലേക്ക് രാമോജി ഫിലിം സിറ്റിയുടെ തന്നെ ബസ്സിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും മനോഹരമായി നട്ടുവളർത്തിയ കാടുകളും ഈ കാടുകൾക്ക് നടുവിൽ വളരെ മനോഹരമായി തന്നെ രൂപകൽപ്പന ചെയ്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരങ്ങളായ പൂവിടർന്നു നിൽക്കുന്ന ചെടികളുമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. മനോഹരമായി തന്നെ പരിപാലിച്ചിരിക്കുന്ന പ്രകൃതി സൗന്ദര്യവും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നോക്കത്താ ദൂരത്ത് നിറഞ്ഞു നിൽക്കുന്ന മലനിരകളും ഈ മലനിരകളെ തലോടി മന്ദമായി വീശുന്ന മന്ദമാരുതനും ഒപ്പം പക്ഷികളുടെ കളകൂജനവും ഒക്കെ കേട്ടുകൊണ്ടാണ് നാം യാത്ര തുടരുന്നത്. എത്ര വർണ്ണിച്ചാലും മതി വരാത്ത അതിമനോഹരമായ ഒരു ഫിലിം സിറ്റിയാണ് രാമോജി ഫിലിം സിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം മേക്കിംഗ് സ്റ്റുഡിയോയാണ് ഈ രാമോജി ഫിലിം സിറ്റിക്കുള്ളിൽ ഉള്ളത്. ഇൻഡോർ ഷൂട്ടിംഗ് ആയാലും ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയാലും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിരിക്കുന്ന ഒരു മഹാ അത്ഭുത ലോകം തന്നെയാണ് ഈ രാമോജി ഫിലിം സിറ്റി. ഏതാണ്ട് 2000 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഒരു മഹാസംരംഭമാണ് ഈ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്ന മഹാ അത്ഭുതം. രാമോജി റാവു എന്ന ചലച്ചിത്ര നിർമ്മാതാവിൻ്റെ ബുദ്ധിയിലുദിച്ച ഒരു ആശയമാണ് ഈ രാമോജി ഫിലിം സിറ്റി എന്ന ആശയം തന്നെ. തുടക്കത്തിൽ 1500-ൽ പരം ഏക്കറിൽ പ്രവർത്തനം ആരംഭിച്ച ഈ രാമോജി ഫിലിം സിറ്റി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം മേക്കിംഗ് സ്റ്റുഡിയോ കൂടിയാണ്. അങ്ങനെ രാമോജി ഫിലിം സിറ്റിയുടെ മഹനീയമായ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ രാമോജി ഫിലിം സിറ്റിയുടെ അകങ്ങളിലേക്കുള്ള മനോഹരങ്ങളായ കാഴ്ചകളിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ഇവിടെയാണ് രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള പ്രധാന കവാടം. പ്രധാന കവാടത്തിന് ഇരുവശങ്ങളിലുമായി മനോഹരമായി പെയിൻറ് ചെയ്തിരിക്കുന്ന റോഡിന് ഇരുവശങ്ങളും അതുപോലെ തന്നെ മനോഹരമായി ടാർ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന റോഡുകളും റോഡരികിലും അതുപോലെ തന്നെ കവലകളിലും മറ്റും മനോഹരമായി ചിത്രങ്ങളും കൊത്തുപണികളും കൊണ്ട് പൂർണ്ണമാക്കിയിരിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് എങ്ങും നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുക. രാമോജി ഫിലിം സിറ്റിയിൽ അവർ തന്നെ രൂപകൽപ്പന ചെയ്ത അനേകം ബസ്സുകൾക്ക് ഒപ്പം തന്നെ തെലുങ്കാന ഗവൺമെൻറ്റിൻ്റെ വാടകയ്ക്കെടുത്ത ബസ്സുകളും ഇപ്പോൾ രാമോജി ഫിലിം സിറ്റിക്കുള്ളിൽ പ്രവാസികളെയും കൊണ്ട് തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. അത്രമാത്രം പ്രവാസികരാണ് ഓരോ ദിവസവും രാമോജി ഫിലിം സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം യാത്രികരാണ് ഓരോ ദിവസവും ഈ രാമോജി ഫിലിം സിറ്റി എന്ന മഹാത്ഭുതം കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്.
മനോഹരങ്ങളായ കൊത്തുപണികളും നിർമ്മിതികളും ലോകോത്തരമായ കലാസൃഷ്ടികളും ഒക്കെ നിറഞ്ഞതാണ് ഈ രാമോജി ഫിലിം സിറ്റി എന്ന മഹാ അത്ഭുതം. ഇങ്ങനെ ബസ്സുകളിലിരുന്ന് മനോഹരങ്ങളായ കാഴ്ചകളും കണ്ട് രാമോജി ഫിലിം സിറ്റി എന്ന മഹാ അത്ഭുത ലോകത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്ര മനോഹരമായി ഈ ഒരു സിറ്റിയെ രൂപകൽപ്പന ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മുതൽ മുടക്കുകയും അതുപോലെ തന്നെ ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെയും എത്തിക്കാൻ ഒരു വ്യക്തി നടത്തിയ മഹനീയമായ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഏതാണ്ട് എപ്പോഴും തിങ്ങി നിറഞ്ഞ യാത്രികരെ കൊണ്ട് രാമോജി ഫിലിം സിറ്റി എപ്പോഴും തിരക്കിലാണ്. എൻ്റെ ഒപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ഏതാണ്ട് 43ഓളം യാത്രികരാണ് വെളുത്ത നിറത്തിലുള്ള തൊപ്പി വെച്ച് എനിക്ക് മുന്നേ നടന്നു നീങ്ങുന്നത്. ഓരോരുത്തരും രാമോജി ഫിലിം സിറ്റിയുടെ അകത്തെ വിസ്മയങ്ങൾ ആവുന്നത്ര തങ്ങളുടെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാമോജി ഫിലിം സിറ്റി എന്ന മഹാ അത്ഭുതം എത്ര കണ്ടാലും എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ഒന്നുകൂടിയാണ്. മനോഹരമായി കൊത്തുപണികളും ചിത്രപ്പണികളും അതുപോലെ തന്നെ ധാരാളം പെയിൻറ്റിങ്ങുകളും കരകൗശല വസ്തുക്കളും പൂന്തോട്ടങ്ങളും മനോഹരമായി വെട്ടിയൊരുക്കിയും വെട്ടി നിർത്തിയിരിക്കുന്നതുമായ ചെടികളും ഒക്കെ കൊണ്ട് വളരെ സമ്പന്നമാണ് ഈ രാമോജി ഫിലിം സിറ്റിയുടെ ഓരോ മുക്കും മൂലയും. ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക മഹാ സൃഷ്ടികളുടെ പ്രോട്ടോടൈപ്പും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് ചൈനയിലാകട്ടെ അമേരിക്കയിലാകട്ടെ ലോകത്തെ മറ്റ് എവിടെ എങ്കിലും ഉള്ള കലാസൃഷ്ടിയാകട്ടെ ആ കലാസൃഷ്ടികൾക്കൊക്കെ ഇവിടെ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നാം നടന്നു നീങ്ങുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ ക്യൂ കണ്ടാൽ തന്നെ അറിയാം ഓരോ ദിവസവും എത്രയേറെ യാത്രികരാണ് ഈ മഹാ അത്ഭുതം കാണാൻ എത്തിച്ചേരുക എന്നത്. രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിൽ യാത്രികരെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാനായി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന കാവ്യനിറത്തിലുള്ള ബസ്സുകളാണ് ഈ രാമോജി ഫിലിം സിറ്റിയുടെ മറ്റൊരു ആകർഷണം. ഏതാണ്ട് തുറന്ന പ്രത്യേക ഡിസൈനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ ബസ്സുകളാണ് രാമോജി ഫിലിം സിറ്റിക്ക് സ്വന്തമായുള്ളതും ഇവിടുത്തെ യാത്രക്കാരെ ഇവിടുത്തെ കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെ ഞങ്ങളുടെ ഊഴം കാത്തു നിൽക്കുമ്പോൾ രാമോജി ഫിലിം സിറ്റിയുടെ തന്നെ പ്രത്യേക ഡിസൈൻ ചെയ്ത ഒരു ബസ് വന്നു ചേരുകയും 43 പേരടങ്ങുന്ന ഈ യാത്രാ സംഘം ബസ്സിൽ കയറുകയും ഈ ഓരോ ബസ്സിലും ഈ ബസ്സിൽ തന്നെ നമുക്ക് ഉള്ള ഗൈഡിൻ്റെ ഈ രാമോജി ഫിലിം സിറ്റിയെ പറ്റിയുള്ള വിവരണവും ഒക്കെ കേട്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയാണ്. ചുണക്കുട്ടിയായ ഗൈഡ് രാമോജി ഫിലിം സിറ്റിയെ പറ്റി വർണ്ണിച്ചു തരുന്നത് നമുക്കൊന്ന് കേൾക്കാം. Welcome to the world's largest film studio complex, Ramoji Film City. My name is Anjana. I am your tour guide. Look at your right side. This place is called Eureka. This is your tour starting and ending point. ये आपका टूर स्टार्टिंग और एंडिंग पॉइंट है यूरेका. राइट साइड कॉर्नर ब्लू कलर कागज पेज फंडुस्तान चिल्ड्रंस अट्रैक्शन. 3 major attractions: rain dance, Bora Sura and Dome show. Left hand side the blue color design wall, Ramoji movie magic. 3 major attractions: Filmi Dunya, Space Yatra and Action Theatre. After your tour you will be dropped at Ramoji movie magic. Left side on the wall, everyone wall पे देखिए, Guinness World Record certificate. Ramoji Film City was certified by the Guinness World Record in the year 2006 for being the world's largest film studio complex with 1,666 acres of land and 47 sound stages. Now we are going to see beautiful fountains, gardens and film settings. Are you ready? Yes. Right side? Yes. This is 2-in-1 garden. From outside, Jodha Akbar, Surya Vansham, Insan movie.
It is used for pre-wedding shoots and royal weddings. Left hand side, musical glow garden. So in the evening after 6:30 you can enjoy. You can go inside the garden and take pictures with the lightings. Left hand side followed by the Sierra garden. It is famous for group songs and romantic songs. Dirty Picture, Ooh La La song that has been shot here. Right side everyone, Angel Fountain with Greek architecture. So this is the highest fountain of Ramoji Film City. You can see this fountain in All the Best movie. Left hand side, umbrella garden. The trees are trimmed in umbrella shape. Trees को umbrella के shape पे trim किया गया है. Followed by the black color stage and the garden on your left hand side, Limelight Garden. It is used for corporate events and award ceremonies. Capacity of this garden is 2,500 people at a time. Rockstar movie, Oh Nadan Parinde song that has been shot inside this. Dilwale movie church climax scene has been shot inside the Limelight Garden. Left hand side top everyone, ऊपर देखिए, हवा महल मॉडल ऑन राजस्थानी थीम. So this is Ramoji Film City's हवा महल. ये Ramoji Film City का हवा महल है. From there you can have 70% girls fighting scenes have been shot here. In the center if you place Gandhi statue it becomes Gandhi Nagar. Nehru statue, Nehru Nagar. My statue, My Nagar. പെങ്കൊച്ച് ഉഷാറുണ്ടല്ലോ അല്ലേ? Right inside, Singham Returns, Goa Police Station. Left side, Dilwale movie, Shah Rukh Khan's garage. Followed by the yellow Mandua house on your left hand side, Chandramukhi, the dance master's house. And Nayak movie, Ek Din Ka CM, Rani Mukherjee's house. Now look at both the sides everyone, दोनों तरफ देखिए. These are typical South village location. If the director wants to shoot any village scene, they spread the road with red soil. It's very beautiful, right? Beautiful only from outside. But Sanjana, I can go inside though. If you go inside, There's no chance to go inside. there's only jungle, there's nothing inside. Nothing only outside. Only outside. It's only front elevation used for outdoor shooting purpose. So inside is totally open. Look at your right side everyone. These are the corporate offices of Ramoji Film City. The administrative building, ETV Bharat, Enadu Newspapers, Usha Kiran Movies Private Limited. These are original buildings. So ETV Bharat is a mobile application. You can download it in your mobile phone through Play Store. It's for free and it is available in 23 portals and 13 regional languages. You will get 24/7 news updates there. Everyone has seen Bahubali, right? And everyone knows Katappa killed Bahubali, correct? Left hand side top. That scene was shot here. So you can even see this in KGF. Now some general information about Ramoji Film City. This land was purchased by Mr. late Ramoji Rao Garu in the year 1991. 1992 construction started. 1996 first movie shot here. Telugu movie Ma Nannaku Pelli. Hindi movie Bade Miyan Chote Miyan. Hollywood movie The Nightfall. Tourism started in the year 1998 and we received the Guinness World Record certificate in the year 2006 for being the world's largest film studio complex with 1,666 acres of land, which is now spread over 2,000 acres. Art director of Ramoji Film City is Mr. Nitish Roy. He's from West Bengal. Now information regarding your tour. You will take maximum 3 hours to complete the whole tour and in between you have to change 6 connecting buses. 6 buses आपको change करनी पड़ेंगी. Every location securities will be there to guide you. After your whole tour you will be dropped at Ramoji Movie Magic. There you have 3 attractions, Filmi Dunya, Space Yatra and Action Theatre.
Then we have 2 shows at Eureka, Spirit of Ramoji show and Wild West Stunt show. 6:30 onwards, Carnival will start at Eureka. Carnival major attractions, DJ, followed by Carnival Parade, musical glow garden and stage program. So you can enjoy in Ramoji Film City up to 9 o'clock. And information from Bahubali set. If you all want to go to the Bahubali set, you will get direct buses from Eureka. Eureka से बाहुबली के लिए आपको बस मिल जाएगी.